നമ്മുടെ ജോർജ് ഏട്ടൻ്റെ മോളുടെ കല്യാണത്തിന് ഫുഡൊക്കെ സമൃദ്ധിയായിട്ടുണ്ടായിരുന്നു. ഇഷ്ടമെന്ന് പറയല്ലേ, നമ്മളങ്ങനെ പലപ്പോഴും പറയാറുണ്ടല്ലേ, സമൃദ്ധിയായിട്ടുണ്ടാവുക, ഇഷ്ടം പോലെ ഒരുപാട് ക്വാണ്ടിറ്റി എന്നൊക്കെ പറയല്ലേ. അപ്പോൾ സമൃദ്ധിയായിട്ടുണ്ടാവുക, സമൃദ്ധി എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കിടിലൻ ഒരു വാക്ക് പറഞ്ഞു തരട്ടെ. അതാണ് അബൻഡൻസ്. ഉദാഹരണമായിട്ടൊരു വാചകം നോക്കുകയാണെന്നുണ്ടെങ്കിൽ there was an abundance of food at the wedding. There was an abundance of food at the wedding. അവരുടെ കല്യാണത്തിൽ ഇഷ്ടം പോലെ ഫുഡ് ഉണ്ടായിരുന്നു, സമൃദ്ധിയായിട്ട് ഫുഡ് ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ. ഞാൻ ഈ ആളെ പലപ്പോഴും അവിടെ ഇവിടെയും വെച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അയാളെ പലപ്പോഴും അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. ഈ പലപ്പോഴും എന്നൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു വാക്കാണല്ലേ. പലപ്പോഴും എന്നുള്ളതിന് പറ്റിയ കിടിലൻ ഒരു ഇംഗ്ലീഷ് വാക്കാണ് ഓഫൻ എന്ന് പറയുന്നത്. ഇത് പല സിനിമകളിലും നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഓഫൻ എന്നും പറയുന്നത് കേൾക്കാം, ഓഫൻ എന്നും പറയുന്നത് കേൾക്കാം, ഓഫ്റ്റൻ എന്നും പറയുന്നത് കേൾക്കാം. രണ്ട് സ്ലാങ്ങിൽ ഓഫൻ ഓഫ്റ്റൻ എന്നൊക്കെ മാറി മാറി വരുന്നതേ ഉള്ളൂ. ഓഫൻ എന്ന് പറയാം, നമ്മൾക്ക് ടി അവിടെ സൈലൻ്റ് ആയിട്ടിരുന്നോട്ടെ. ഓഫൻ, പലപ്പോഴും. അപ്പോൾ നേരത്തെ പറഞ്ഞ ഡയലോഗ് നമ്മൾക്ക് പറഞ്ഞു നോക്കുക. ഉദാഹരണമായിട്ട് ഐ ഓഫൻ സീ ഹിം ഇൻ ദ പാർക്ക്. ഐ ഓഫൻ സീ ഹിം ഇൻ ദ പാർക്ക്. ഞാൻ അവനെ പലപ്പോഴും പാർക്കിൽ വെച്ചിട്ട് കാണാറുണ്ട്. നമ്മൾ പല സിനിമകളും കണ്ടിട്ടുള്ള ഒരു വാക്കാണ് അക്യൂസ്ഡ് എന്ന് പറയുന്നത് അല്ലേ. അക്യൂസ്ഡ് നമ്മൾ പലപ്പോഴും കോടതികളിൽ, കേസുകളിൽ, പോലീസ് സ്റ്റേഷനിലൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ ഒരു വാക്ക് കേട്ടിട്ടുള്ളത്, അക്യൂസ്ഡ്. എന്താണ് ഈ അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ? അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തു എന്ന് ആരോപിച്ചിട്ടുള്ള കുറ്റാരോപിതനായ ഒരു വ്യക്തിനെയൊക്കെയാണ് നമ്മൾ അക്യൂസ്ഡ് എന്ന് പറയുന്നത്. ഒരു ബ്ലെയിം, നമ്മളവരെ ബ്ലെയിം ചെയ്തു, നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ബ്ലെയിം ചെയ്തു എന്ന് പറയില്ല. അതായത് കോടതിയിലൊക്കെ വിചാരണ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അതായത് തെളിഞ്ഞിട്ടില്ല, അദ്ദേഹമാണ് കുറ്റം ചെയ്തതെന്ന് തെളിഞ്ഞിട്ടില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ കുറ്റം ആരോപിച്ചിട്ടുണ്ട്, അക്യൂസ്ഡ്. ഉദാഹരണം നോക്കി കഴിഞ്ഞാൽ ഷീ വാസ് അക്യൂസ്ഡ് ഓഫ് മിസ്യൂസിങ് കമ്പനി ഫണ്ട്. ഷീ വാസ് അക്യൂസ്ഡ് ഓഫ് മിസ്യൂസിങ് കമ്പനി ഫണ്ട്. കമ്പനിയുടെ ഫണ്ട് മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവളെ മേലിൽ കുറ്റം ആരോപിച്ചിരുന്നു. ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. നമ്മൾ കൊണ്ട് കളയേണ്ട സമയം കഴിഞ്ഞു, നമുക്കിവിടെ വെക്കേണ്ട ആവശ്യമില്ല, മാറ്റുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഉപേക്ഷിക്കുക എന്നൊരർത്ഥം വരുന്ന കിടിലൻ ഒരു വാക്ക് പറഞ്ഞു തരട്ടെ. അതാണ് ഡിസ്കാർഡ്. വി വിൽ ഡിസ്കാർഡ് ഓൾ ദീസ് ഓൾഡ് ബുക്സ്. ഞങ്ങൾ ഈ പഴയ പുസ്തകങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അതായത് ഡിസ്കാർഡ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷിൽ അതിൻ്റെ അർത്ഥം നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വസ്തു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം നമ്മൾക്ക് ആവശ്യമില്ല, നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, നമുക്കത് ഉപയോഗമില്ലാത്തൊരു വസ്തുവാണ്, അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് കളയാമെന്നുള്ളത്. അപ്പം തന്നെ അത്തരത്തിൽ അതിനെ കൊണ്ട് കളയുന്നൊരു പ്രവൃത്തിയാണ് ഉപേക്ഷിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്കതിനെ ഡിസ്കാർഡ് എന്ന് പറയാം. ഡിസ്കാർഡ്. നമ്മുടെ ഓഫീസിലൊക്കെ പലപ്പോഴും ചില ആളുകളുണ്ടാവും, അവരെന്തെങ്കിലുമൊക്കെ കാര്യത്തിനെ പറ്റിയിട്ട് വളരെ വേഗത്തിൽ സ്പീഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടാവും. പക്ഷേ ആർക്കും വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലാകണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക, പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. സ്പീക്ക് അലോട്ട്, സ്പീക്ക് ക്വിക്ക്ലി ബട്ട് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. അത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രവൃത്തിനെ പറയുന്നൊരു സംഭവമാണ് ജാബറിങ് എന്ന് പറയുന്നത്. ജാബറിങ്. ഒരു ഉദാഹരണം നോക്കിയിട്ടാൽ ജയ് വാസ് ജാബറിങ് ഓൺ അബൌട്ട് ദിസ് ആൻഡ് ദാറ്റ്. ജയ് അതിനെ പറ്റിയിട്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ആർക്കും വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. ജയ് വാസ് ജാബറിങ് ഓൺ അബൌട്ട് ദിസ് ആൻഡ് ദാറ്റ്. നമ്മുടെ മിക്ക ആളുകളുടെ ഓഫീസിലൊക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിലൊക്കെ ഇത്തരത്തിലുള്ളൊരു വ്യക്തി ഉണ്ടാവില്ലേ, ഒരുപാട് സംസാരിക്കുന്ന, കാര്യമായിട്ട് പ്രത്യേകിച്ച് മറ്റുള്ള ആളുകൾക്കൊന്നും മനസ്സിലാകാത്ത. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞ 5 വാക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങളുടേതായ സ്വന്തം ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റുള്ള ആളുകൾക്ക്, ആ ഒരു കമൻറ്റ് കാണുന്ന ആളുകൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് വായിക്കുന്നതിന് വേണ്ടിയിട്ട് അത് യൂസ്ഫുള്ളാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് കിട്ടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ വീഡിയോകൾ കാണണമെന്ന് ആഗ്രഹമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. This is SHIJU Thomas signing off.